ഹായ് ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ഡിന്നർ അങ്ങനെ സ്പെഷ്യൽ ഒന്നുമല്ല കേട്ടോ. നമ്മളെപ്പോഴും ഒരു ഡിന്നറിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളും പിന്നെ അല്ലെങ്കിൽ രാവിലത്തെ ഉച്ചത്തൊക്കെ ബാക്കി ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കഴിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ മിക്ക ദിവസവും ഗോതമ്പ് പുട്ടും പിന്നെ ഉച്ചത്തെ മീൻ കറിയും കാണും. അതായിരിക്കും മെയിനായിട്ട് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്. എപ്പോഴൊന്നും അങ്ങനെ ഡിന്നർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയെടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യലാകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടാണെന്നുണ്ടെങ്കിൽ രാത്രി കുറച്ചൊന്നും സ്പെഷ്യലാക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കടായിൽ കിട്ടുന്ന വരട്ടിയെടുക്കുന്ന ഒരു കടായി ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം, വെറുതെ ഒന്ന് പറയാം. അപ്പോൾ ഒരു കടായി ചിക്കനും അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യിക്കാം കേട്ടോ. അത്യാവശ്യം പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നേ, അപ്പം എന്തായാലും കുറച്ചും കൂടെ ഒന്ന് വൈബ് നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 സവാള, മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ. അത് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളകും പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചൊന്ന് എടുക്കാം. അപ്പോൾ ഒരു സവാള ഒന്ന് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഐറ്റംസൊക്കെ ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ആ ഒരു സവാളയൊക്കെ ഒന്ന് ഉടഞ്ഞൊന്ന് എന്തൊന്ന് വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഈ ഒരു പാകമൊക്കെ ഒന്ന് എത്തിയതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കിലോളം ചിക്കൻ കാണും കേട്ടോ. അപ്പോൾ അത്രയും കൂടെ എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പാണ് കേട്ടോ ഒരു കടായി ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഒന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു വെള്ള ഭാഗം വിത്തൊന്നും വേണ്ട കേട്ടോ, അതൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാക്കും. അപ്പോൾ ഇത് ചിക്കനൊന്ന് ഏകദേശം ആ ഒരു നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവില്ല കേട്ടോ, അത്യാവശ്യം കളർ മാത്രമേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അടച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കേട്ടോ. എന്നിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ട് ഒരു 1/2 കപ്പോളം തിളച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വരട്ടി ഒന്ന് എടുക്കാം. അപ്പോൾ അത് ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവർ തട്ടിക്കൂട്ടാനായിട്ട് നമ്മൾ രാത്രി ഇങ്ങനെ നമ്മളിങ്ങനെ എളുപ്പത്തിനോട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ക്യാപ്സിക്കം ചേർത്തത് കൊണ്ടായിരിക്കും ആ ഒരു ടേസ്റ്റ് വന്നത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് നമ്മൾ വീട്ടിൽ തന്നെ സാധാരണ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ ചൂടുവെള്ളത്തിലാണ് മാവ് കുഴച്ചെടുത്തത്. നല്ല സോഫ്റ്റ് ചപ്പാത്തി, ആ ഒരു ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ റെസിപ്പി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് കടായി ചിക്കനും ആ ഒരു റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.